പിന്നെ പൊതുവെ എല്ലാവർക്കും ഉള്ള ഒരു കൺസേൺ ആണ് നമുക്കൊരു പെർമനന്റ് കോച്ച് ആയിട്ടില്ലല്ലോ, എന്നിട്ട് നമ്മൾ എന്തിനാണ് ഇങ്ങനെ സൈനിങ്സ് നടത്തുന്നതെന്ന്. കുറച്ചു പേരെങ്കിലും പറയും ഈ അടുത്ത കാലത്ത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് നടത്തിയ ഏറ്റവും വലിയ സൈനിങ് അലദീൻ അജറയാണെന്ന്. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. ഞാൻ വെറുതെ തമാശയ്ക്ക് പറയുന്നതല്ല. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഈ മത്സരത്തിൽ കോറു സിംഗ് ആയിരുന്നില്ല നമ്മുടെ ബെസ്റ്റ് പ്ലെയർ. ഹലോ ഗായ്സ്, ദ ഫുട്ബോൾ ജനത്തിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനോട് കേരള ബ്ലാസ്റ്റേഴ്സ് കഷ്ടപ്പെട്ട് പൊരുതി ഒരു പോയിന്റ് നേടിയിരിക്കുകയാണ്. ഇനി നമുക്ക് വരാനുള്ള രണ്ട് മത്സരങ്ങൾ ഈസ്റ്റ് ബംഗാളും ചെന്നൈയിൻ FC ആയിട്ട് എവേ മത്സരങ്ങളാണ്. ഈ രണ്ട് ടീമിനെയും നമ്മൾ നമ്മുടെ സ്റ്റേഡിയത്തിൽ ഓൾറെഡി ഈ സീസൺ തോൽപ്പിച്ചതുകൊണ്ട് തന്നെ ദീസ് ആർ വിന്നബിൾ ഗെയിംസ്. ഇങ്ങനെ വന്നിരുന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ ഇപ്പൊ നമ്മുടെ ടീമിന്റെ പെർഫോമൻസ് പല സമയങ്ങളിലും പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെങ്കിൽ പോലും നമ്മൾ റിസൾട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ഈ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ റിസൾട്ടുകൾ ഉണ്ടാക്കിയാലും നമുക്ക് പ്ലേ ഓഫിൽ പ്രവേശിക്കാം. അപ്പൊ അധികം ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ഈ മത്സരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ 5 കാര്യങ്ങൾ നിങ്ങളോട് ഇനി ഷെയർ ചെയ്യാം. പോയിന്റ് നമ്പർ 5, TG പുരുഷോത്തമനും തോമസ് ജോർജും ഈ ടീമിൽ നിന്നും അവരുടെ മാക്സിമം ഔട്ട്പുട്ട് പുറത്തെടുപ്പിക്കുന്നുണ്ട്. ഈ മാക്സിമം ഔട്ട്പുട്ട് എന്ന് ഞാൻ പറയുന്നത് ഓരോ പ്ലെയറിന്റെ മെന്റാലിറ്റിയിലും വന്നിരിക്കുന്ന ചേഞ്ച് ആണ്. ഇതിനു മുമ്പ് സ്റ്റാറയുടെ കീഴിൽ ഈ ടീം ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും അവർ കാണിക്കാത്തൊരു ഫൈറ്റ് ഇപ്പൊ അവർ കാണിക്കുന്നുണ്ട്. റെഡ് കാർഡുകളോ ഇൻഡിവിജ്വൽ മിസ്റ്റേക്കുകളോ ഇല്ലാണ്ട് റിസൾട്ട് ഉണ്ടാക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് ടീം പോകുമ്പോൾ അവിടെയാണ് അവരുടെ ക്യാരക്ടർ പൊതുവെ പുറത്തു വരാറ്. ആൻഡ് ഇതുവരെ ഈ സീസണിൽ ഈ ടീം കാണിക്കാത്ത ആ ഒരു ക്യാരക്ടർ ഈ കഴിഞ്ഞ മത്സരങ്ങളിലായി പുറത്തു വരുന്നുണ്ട്. മിക്കായൽ സ്റ്റാറയോട് ഒരുപാട് സിമ്പതി ഉണ്ട് എന്നുള്ളത് ശരിയാണ്. പുള്ളിക്ക് വേണ്ട റിസോഴ്സസ് ചിലപ്പോൾ പുള്ളിക്ക് കിട്ടിക്കാണില്ല. പക്ഷെ പഞ്ചാബിനെതിരെയും നോർത്ത് ഈസ്റ്റിനെതിരെയും നമുക്ക് കിട്ടിയ റിസൾട്ട് സ്റ്റാറയുടെ കീഴിൽ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാനാവില്ലായിരുന്നു. ഇതിലൊരു ന്യൂ മാനേജർ ബൗൺസിനെ കുറിച്ചൊക്കെ നമ്മൾ മുൻ വീഡിയോകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പെർഫോമൻസുകളൊക്കെ കാണുമ്പോൾ പ്ലേയേഴ്സിന്റെ ഇടയിൽ തന്നെ കുറച്ചുകൂടെ യൂണിറ്റി കൂടിയോ എന്നൊരു ഫീലിംഗ്. കാരണം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് ഓരോ പ്ലെയറിനും അവരുടെ ക്വാളിറ്റി പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു ഫീലിംഗ് വരുന്നത്. ഇതിൽ മഞ്ഞപ്പടയുടെയും ബാക്കിയുള്ള ഫാൻസിന്റെ ഒക്കെ പങ്ക് ഒരുപാട് വലുതാണ്. ഇപ്പൊ തന്നെ ഒരു മീറ്റിംഗ് കഴിഞ്ഞു, അതിന്റെ മിനിറ്റ്സ് ഒക്കെ നമുക്ക് മനസ്സിലായി. അതിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഡൂഷാൻ ലാഗറ്റോറിനെ സൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്രൊട്ടസ്റ്റിന്റെ ഭാഗമല്ല, അതൊരു ലോങ് ടേം പ്ലാൻ ആയിരുന്നു എന്നൊക്കെ. പക്ഷേ ബികാഷ് യുമ്നത്തിനെ 5 മാസം നേരത്തെ സൈൻ ചെയ്യാനും അതുപോലെ തന്നെ പ്രിതം ഗോട്ടാലിനെ ചെന്നൈയിൻ FC-യിലേക്ക് വിടാനുള്ള ആ ഒരു തീരുമാനം എന്തായാലും ഇതിന്റെയൊക്കെ പ്രഷർ കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഈ മാനേജ്മെന്റ് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ വലിയൊരു നടപടി എടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ഈ പ്രൊട്ടസ്റ്റ് കൊണ്ടൊക്കെ ഗുണം ഉണ്ടായെന്ന് തന്നെ നമുക്ക് തീർച്ചയായിട്ടും പറയാം. പിന്നെ പൊതുവെ എല്ലാവർക്കും ഉള്ള ഒരു കൺസേൺ ആണ് നമുക്കൊരു പെർമനന്റ് കോച്ച് ആയിട്ടില്ലല്ലോ, എന്നിട്ട് നമ്മൾ എന്തിനാണ് ഇങ്ങനെ സൈനിങ്സ് നടത്തുന്നതെന്ന്. സെർജിയോ ലൊബേറ ആയിരിക്കും അടുത്ത സീസൺ നമ്മുടെ കോച്ച് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം വിശ്വസിക്കാനാവുമെന്ന് എനിക്ക് അറിയില്ല. ഇനിയിപ്പോ ISL-ൽ ഇതിനു മുമ്പ് വർക്ക് ചെയ്യാത്ത പുതിയൊരു കോച്ചാണ് വരുന്നതെങ്കിൽ ഇന്ത്യൻ പ്ലേയേഴ്സിൽ വലിയ ഇൻപുട്ട് ഒന്നും അദ്ദേഹത്തിന് ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ക്ലബിനെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പൊസിഷനിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇന്ത്യൻ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പിന്നീട് ഒരു ഫോറിൻ റോസ്റ്റർ ഒക്കെ രൂപീകരിക്കുമ്പോൾ ഫോറിൻ കോച്ചിന്റെ ഇൻപുട്ട് ഉപയോഗിക്കാം എന്ന് വെച്ച് ഞാൻ പറയുന്നത് റെപ്യൂട്ടേഷന്റെ പുറത്ത് മാത്രം ഇന്ത്യൻ പ്ലേയേഴ്സിനെ മേടിച്ചു കൂട്ടണമെന്നല്ല. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ നമുക്ക് 4ാമത്തെ പോയിന്റിലേക്ക് കടക്കാം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മന്ദർ തംഹനെ എന്ന് പറഞ്ഞ മനുഷ്യനെ കുറിച്ചാണ്. BFC എന്ന് പറഞ്ഞ ക്ലബ്ബ് കഴിഞ്ഞ 10-12 വർഷ കാലയളവിൽ ഐ ലീഗ് ജയിച്ച് AFC കപ്പ് ഫൈനൽ കളിച്ച് ISL വന്ന് ISL-ഉം ജയിക്കാനുണ്ടായ കാരണം ഇതുപോലുള്ള ആൾക്കാർ ക്ലബിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തതുകൊണ്ടാണ്. അവരുടെ ഈ സക്സസ് ഒന്നും സീനിയർ മെൻസ് ടീമിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അവരുടെ അക്കാഡമികളായാലും ജൂനിയർ ടീമായാലും വിമൻസ് ടീമായാലും ഇതിലെല്ലാം ഇതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഈ ഒരു വിജയത്തിന്റെ ഒക്കെ തറക്കല്ലിട്ടത് മന്ദറിനെ പോലുള്ള ആൾക്കാരും. കുറച്ചു പേരെങ്കിലും പറയും ഈ അടുത്ത കാലത്ത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് നടത്തിയ ഏറ്റവും വലിയ സൈനിങ് അലദീൻ അജറയാണെന്ന്. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. കാരണം 2023-ൽ മന്ദറിനെ അവർ CEO ആയിട്ട് അപ്പോയിന്റ് ചെയ്തതാണ് ഇതിന്റെയൊക്കെ തുടക്കം. പുള്ളി അങ്ങനെ ഒരുപാട് സംസാരിക്കുന്ന മനുഷ്യനൊന്നുമല്ല. പക്ഷെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ വന്ന് 2ാമത്തെ മാസം കഴിഞ്ഞപ്പോൾ തന്നെ മുൻ ബംഗളൂരു യുണൈറ്റഡ് താരമായ മക്കാർട്ടൺ നിക്സണെ ഒരു ഫ്രീ ട്രാൻസ്ഫറിൽ പുള്ളി സൈൻ ചെയ്തു. ഇങ്ങനെ ഒരു പയ്യൻ ഒരു ഫ്രീ ഏജന്റ് ആയിട്ട് അവൈലബിൾ ആണെന്ന് മിക്ക ISL ക്ലബിന് ഒരു ക്ലൂ പോലും ഉണ്ടായിരുന്നില്ല. ഈവൻ അറിഞ്ഞിരുന്നെങ്കിലും അവരാരും ആ റിസ്ക് എടുത്തില്ല. മന്ദർ എടുത്തു. ഇപ്പൊ മക്കാർട്ടൺ നിക്സൺ ഈ ലീഗിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മിഡ്ഫീൽഡേഴ്സ് ആണ്. BFC-യിൽ വർക്ക് ചെയ്തിരുന്നത് കൊണ്ട് തന്നെ മന്ദർ മക്കാർട്ടനെ നേരത്തെ സ്കൗട്ട് ചെയ്തിട്ടുണ്ടാവും. അതുപോലത്തെ ഒരു എക്സ്പെർട്ടീസ് ആണ് നമുക്ക് നമ്മുടെ ക്ലബിലും ഇപ്പൊ ആവശ്യം. ഞാൻ പണ്ട് നമ്മുടെ ചാനലിൽ പ്രദ്യും റെഡ്ഡി ആയിട്ട് ചെയ്ത ഇന്റർവ്യൂ ഇവിടെ ലിങ്ക് ചെയ്തേക്കാം. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഐ ലീഗിലും ISL-ലും കളിക്കുന്ന യങ് ഇന്ത്യൻ പ്ലേയേഴ്സ് തമ്മിൽ വലിയ ക്വാളിറ്റി ഡിഫറൻസ് ഒന്നുമില്ല. ഇവരിൽ ചിലർക്കൊക്കെ അവസരങ്ങൾ കിട്ടുന്നു, ചിലർക്ക് അവസരങ്ങൾ കിട്ടുന്നില്ല. ഇങ്ങനത്തെ ടാലന്റിനെയൊക്കെ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ മക്കാർട്ടനൊക്കെ നോർത്ത് ഈസ്റ്റിൽ നൽകുന്ന ഒരു കോൺട്രിബ്യൂഷൻ പോലെ നൽകുന്ന ഒരുപാട് പ്ലേയേഴ്സിനെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ ഷില്ലോങ് പോയപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ മേഘാലയയിലെ പ്ലാനുകളെ കുറിച്ച് എനിക്ക് കുറെ മനസ്സിലാക്കാൻ പറ്റി. അവരവിടെ ഒരു റെസിഡൻഷ്യൽ അക്കാഡമി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ക്ലബിന്റെ ഓണേഴ്സ് നോർത്ത് ഈസ്റ്റിലെ
ഫുട്ബോൾ ഡെവലപ്പ് ചെയ്യാൻ അവരെ കൊണ്ടാവുന്നത് എല്ലാം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു പറിച്ചു നടലിലൂടെ അവർ മേഘാലയയിലേക്ക് മാറുവാണെങ്കിൽ അവരുടെ ഗ്രാഫ് ഇനിയും ഉയരങ്ങളിലേക്ക് പോകും. കാരണം അങ്ങനെ ഒരു സ്റ്റേറ്റില് ഫുട്ബോളിന് വളരാൻ പ്രത്യേകിച്ച് വളമൊന്നും വേണ്ട. ആ ഒരു എൻവയൺമെന്റ് അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും നമ്മൾ കടന്നുപോയ പോലെ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അവരുടെ ഫാൻ അറ്റൻഡൻസ് ഒക്കെ ഒരുപാട് കുറഞ്ഞത് നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടുമില്ല. പക്ഷെ അവർ അതിനെയൊക്കെ ഓവർകം ചെയ്യാനുള്ള കറക്റ്റ് സ്റ്റെപ്പുകൾ എടുത്തു. നമ്മളും അത് തന്നെയാണ് എടുക്കേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത് മന്ദറിനെ പോലുള്ള ആൾക്കാർ നമ്മുടെ ക്ലബ്ബിൽ ഇല്ലാത്തടത്തോളം കാലം നമ്മൾ ISL പോലെയുള്ള ഒരു ഇൻഫ്ലേറ്റഡ് മാർക്കറ്റിൽ എവിടെയും ഇല്ലാത്ത പൈസ കൊടുത്ത് ഇന്ത്യൻ പ്ലേയേഴ്സിനെ മേടിക്കേണ്ടി വരും. പ്രബീർ ദാസ്, പ്രിതം കോട്ടാൽ, ഇഷാൻ പണ്ഡിത ഇവരെയൊക്കെ നിങ്ങളൊന്ന് എടുത്തു നോക്ക്. റെപ്യൂട്ടേഷൻ വെച്ച് ഇവരൊക്കെ ടോപ്പ് ഇന്ത്യൻ പ്ലേയേഴ്സ് ആണ്. പക്ഷെ ഇവരൊക്കെ എന്ത് കോൺട്രിബ്യൂഷൻ ആണ് നമ്മുടെ ക്ലബ്ബിൽ ഇതുവരെ നൽകിയിട്ടുള്ളത്? ഈ പ്രബീർ ദാസിനെയും പ്രിതം കോട്ടാലിനെയും ഇഷാനെയൊക്കെ പോലെ ക്ലബ്ബ് ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത വേറൊരു പ്ലെയറിനെ കുറിച്ചാണ് എനിക്ക് പോയിന്റ് 3 പറയാനുള്ളത്. ഐബാൻ ദോലി. ഞാൻ ഈ ഐബാൻ എന്ന പ്ലെയറിനെ ഒരുപാട് ഫോളോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞത് നമ്മുടെ ഫസ്റ്റ് ചോയ്സ് റൈറ്റ് ബാക്ക് ഐബാൻ തന്നെ ആയിരിക്കണമെന്ന്. ലജോങ്ങിൽ കളിക്കുമ്പോഴും FC ഗോവയിൽ ആദ്യം വന്നപ്പോഴും ഈ ഒരു പ്ലെയർ ഒരു ടോപ്പ് ലെവലിലേക്ക് പോകും എന്ന് മനസ്സിലാക്കാൻ വളരെ ഈസി ആയിരുന്നു. ഇപ്പോഴും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഈ രാജ്യത്തിലെ ബെസ്റ്റ് റൈറ്റ് ബാക്കുകളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ഐബാന്റെ സ്ഥാനം വളരെ ഉയരത്തിൽ തന്നെയാണ്. പക്ഷെ ആ ഒരു പൊട്ടൻഷ്യൽ ഫുൾഫിൽ ചെയ്യണമെങ്കിൽ പിച്ചിൽ ഡിസിപ്ലിൻ വേണം. ഇതൊരിക്കലും ഒരു ക്യാരക്ടർ ഇഷ്യൂ അല്ല. കാരണം മേഘാലയയിലെ ഖാസി ട്രൈബിലുള്ള ആൾക്കാരും അവരുടെ ലൈഫിനോടുള്ള അപ്രോച്ചും ഒക്കെ വളരെ സിമ്പിളും ഹമ്പിളും ആണ്. ശരിക്കും അലദീൻ അജറെ വിരിച്ച ആ ഒരു പ്രൊവക്കേഷൻ ട്രാപ്പിൽ ഐബാൻ വീണുപോയി. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് സംഭവിച്ചു. വാക്ക് തർക്കവും എതിർപ്പും ഒക്കെ ആവാം. പക്ഷെ ഒരിക്കലും അതൊരു ഫിസിക്കൽ കോണ്ടാക്റ്റിലേക്ക് പോകരുത്. അങ്ങനെ വരികയാണെങ്കിൽ റഫറിക്ക് പിന്നെ റെഡ് കാർഡ് കൊടുക്കാനല്ലാണ്ട് വേറൊരു ചോയ്സ് അവിടെ ഇല്ല. ഈ കളിയുടെ തുടക്കം മുതലേ അജറെ എല്ലാ വള്ളിയും പിടിക്കണ്ടായിരുന്നു. കളി തുടങ്ങി ഏതാനും സെക്കൻഡിന് ശേഷം തന്നെ മിലോസുമായിട്ടൊരു ഇൻസിഡന്റ് ഒക്കെ നമ്മൾ കണ്ടു. ഇതൊക്കെ കണ്ടിട്ടും ഐബാന്റെ കോൺസെൻട്രേഷൻ തെറ്റി എന്നുള്ളതൊരു പോരായ്മയാണ്. അതേസമയം ഈ ഒരു മൊമെന്റിന് ശേഷം അജറയുടെ പെരുമാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഒരു വള്ളിക്കും പോയില്ല. വളരെ ഡീസന്റ് ആയിട്ട് ആ കളി മുഴുവൻ കളിച്ചു. അതാണ് പ്രോപ്പർ ഗെയിം മാനേജ്മെന്റ് എന്ന് പറഞ്ഞ സംഭവം. അത് ഐബാൻ ഈ കളിയോടെ മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ മത്സരത്തിൽ നമുക്ക് വേണ്ടി ലെഫ്റ്റ് ബാക്കിൽ ഇറങ്ങിയ ഐബാനിൽ നിന്നും ഈ സെയിം പൊസിഷനിൽ ഭാവിയിൽ ഒരു സൂപ്പർ താരമാവാൻ എല്ലാ കഴിവുമുള്ള മറ്റൊരു നോർത്ത് ഈസ്റ്റുകാരനെ കുറിച്ചാണ് പോയിന്റ് നമ്പർ 2. മിസോറാംകാരനായ ബുവാൻ താങ്ലൂൺ സാംതയാണ് ഈ പ്ലെയർ. മുമ്പ് മക്കാർട്ടനെ പറഞ്ഞ പോലെ തന്നെ മന്ദർ തംഹാനെ തന്റെ അപ്പോയിന്റ്മെന്റിന് ശേഷം ഐ ലീഗ് ക്ലബായ ട്രൗ FCയിൽ നിന്നാണ് ഈ ലെഫ്റ്റ് ബാക്കിനെ സൈൻ ചെയ്തത്. വാട്ട് എ ജീനിയസ് മൂവ്. ഇപ്പോൾ ഈ ISLലെ ഏത് ടോപ്പ് ലെഫ്റ്റ് ബാക്കിനും കോമ്പറ്റീഷൻ നൽകാവുന്ന വിധത്തിലാണ് സാംതയുടെ പെർഫോമൻസുകൾ. ഈ സീസണിൽ സാംതെ കളിച്ച 14 മത്സരങ്ങളിൽ നോർത്ത് ഈസ്റ്റ് ഒരെണ്ണം മാത്രമേ തോറ്റിട്ടുള്ളൂ. മോഹൻ ബഗാനെതിരെയും ചെന്നൈയിൻ FCക്കെതിരെയും സാംതെ കളിക്കാതിരുന്നപ്പോൾ നോർത്ത് ഈസ്റ്റ് തോറ്റിരുന്നു. അതാണ് ഈ പ്ലെയറിന്റെ ഇമ്പാക്ട്. ATKയുടെ റിസർവ് ടീമിൽ നിന്നും 2020 റിലീസ് ചെയ്യപ്പെട്ട സാംതയുടെ ഈ ഒരു കംബാക്ക് തീർച്ചയായിട്ടും പ്രശംസ അർഹിക്കുന്നു. ഇങ്ങനൊരു സെറ്റ് ബാക്ക് ശേഷം ഐ ലീഗിൽ പോയി തിരിച്ച് കരിയർ ബിൽഡ് ചെയ്ത് ഈ ലെവലിൽ വന്ന് ഇതുപോലെ പെർഫോം ചെയ്യണമെങ്കിൽ അതിനൊരു ഫൈറ്റിംഗ് സ്പിരിറ്റും ഒരു മെന്റാലിറ്റിയും വേണം. ഈ കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ ഗോൾ അടിക്കാനുള്ള ഒരു ഗോൾഡൻ ചാൻസ് സാംതെ പാഴാക്കി. പക്ഷെ അതുകൊണ്ട് മാത്രം ഈ പ്ലെയറിനെ ജഡ്ജ് ചെയ്യണ്ട. കളിയിലുടനീളം അറ്റാക്കിലും ഡിഫൻസിലും സാംതെ തന്റെ ഡ്യൂട്ടി വളരെ ഭംഗിയായി തന്നെ ചെയ്തു. എന്റെ അഭിപ്രായത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ അടുത്ത സീസൺ നവോച്ചയുമായിട്ട് സ്റ്റാർട്ടിംഗ് റോളിന് കമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ ലെഫ്റ്റ് ബാക്ക് വരണം. ഇപ്പൊ സഹീഫിന് അതിനുള്ള എക്സ്പീരിയൻസ് ഇല്ലാന്ന് സീസണിലെ ആദ്യത്തെ മത്സരത്തിൽ തന്നെ നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ സഹീഫിന്റെ കരിയറിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം ഒരു ലോൺ ട്രാൻസ്ഫർ ആണ്. ഏതെങ്കിലും ഒരു ഐ ലീഗ് ക്ലബ്ബിൽ പോയി അവിടെ റെഗുലർ ആയിട്ട് കളിച്ച് കൂടുതൽ എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്യുക. ഈ ഒരു ഗ്യാപ്പിലേക്കാണ് പുതിയ ലെഫ്റ്റ് ബാക്ക് വരേണ്ടത്. പുള്ളിയുടെ ഡിസിപ്ലിൻ ഇഷ്യൂസ് കാരണം നവോച്ച എന്തായാലും ഒരു സീസണിൽ കുറച്ച് മത്സരങ്ങൾ മിസ് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. ഇങ്ങനെ ഒരു ലെഫ്റ്റ് ബാക്ക് വരികയാണെങ്കിൽ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനും അതുപോലെ തന്നെ നവോച്ചയെ കൺസിസ്റ്റന്റ് ആയിട്ട് ട്രെയിനിങ്ങിൽ പുഷ് ചെയ്യാനും അത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരു സൈനിങ് വരികയാണെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ഐബാനെ പിടിച്ച് ലെഫ്റ്റ് ബാക്ക് കളിക്കേണ്ട ആവശ്യവും ഇല്ല. അതുകൊണ്ട് തന്നെ എന്റെ അഭിപ്രായത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരേണ്ട ഈ ലെഫ്റ്റ് ബാക്ക് സാംതെ ആണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും. ടീമിന് ഒരു അവസ്ഥ വരുമ്പോൾ ലെഫ്റ്റ് ബാക്കിൽ കളിക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ അത് സന്ദീപ് സിംഗിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കണം. അതാണ് ഈ മത്സരത്തിലെ നമ്മുടെ നമ്പർ 1 പോയിന്റ്. ശരിക്കും നിങ്ങൾ ആരാട്ടാ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ വെറുതെ തമാശയ്ക്ക് പറയുന്നതല്ല. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഈ മത്സരത്തിൽ കോറു സിംഗ് ആയിരുന്നില്ല നമ്മുടെ ബെസ്റ്റ് പ്ലെയർ. ഒരു 18 വയസ്സുകാരനെ സംബന്ധിച്ച് അതൊരു കിടിലൻ പെർഫോമൻസ് തന്നെയായിരുന്നു. അജറയെ പൂട്ടിയപ്പോൾ ഈ ലീഗിൽ പല വമ്പൻ ഡിഫൻഡർമാർ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം കോറ് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തു കാണിച്ചു. പക്ഷേ എന്നെ അതിലും അമ്പരപ്പിച്ച് കളഞ്ഞത് സന്ദീപിന്റെ പെർഫോമൻസ് ആണ്. കഴിഞ്ഞ സീസൺ തൊട്ടേ
സന്ദീപ് നമ്മുടെ ടീമിന്റെ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനായിരുന്നു ഞാൻ. ഇപ്പോഴും ആ അഭിപ്രായത്തിന് മാറ്റമൊന്നുമില്ല. പക്ഷേ ഇതുപോലത്തെ പെർഫോമൻസ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാതെ പോകരുത്. ഈ മത്സരത്തിൽ റൈറ്റ് ബാക്കിൽ സ്റ്റാർട്ട് ചെയ്ത സന്ദീപ് കളിയുടെ തുടക്കം അജറയെ നല്ലോണം തന്നെ ഡീൽ ചെയ്തു. പിന്നീട് 30-ാം മിനിറ്റിലാണ് ഐബാന റെഡ് കാർഡ് മേടിക്കുന്നത്. അതിനുശേഷം കോറു റൈറ്റ് ബാക്കിൽ വന്നപ്പോൾ സന്ദീപിനെ നേരെ ലെഫ്റ്റ് ബാക്കിലേക്ക് മാറ്റി. ഇതിനു മുമ്പും സന്ദീപിന് ലെഫ്റ്റ് ബാക്കിൽ കളിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു ഓപ്പോസിഷനെതിരെ ആ ഒരു പെർഫോമൻസ് അത് തീർച്ചയായിട്ടും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ 2 വിങ്ങർമാരും ഈ ലീഗിലെ തന്നെ ഏറ്റവും വലിയ അപകടകാരികളാണ്. അവർക്ക് 2 പേർക്കെതിരെയും സന്ദീപിന് അടി പതറിയില്ല. സന്ദീപിന്റെ നാച്ചുറൽ പൊസിഷൻ എപ്പോഴും സെന്റർ ബാക്ക് തന്നെയായിരുന്നു. പക്ഷേ ഈ ടീമിന്റെ അവസ്ഥ കൊണ്ടാണ് പുള്ളിക്ക് പലപ്പോഴും റൈറ്റ് ബാക്കും ലെഫ്റ്റ് ബാക്കും ഒക്കെ കളിക്കേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ സന്ദീപിനെ ഒരു യൂട്ടിലിറ്റി സ്ക്വാഡ് പ്ലെയർ ആയി ഇവിടെ നിർത്തുന്നതിൽ ഒരു തെറ്റുമില്ല. അതിനുള്ളൊരു സ്പേസ് തീർച്ചയായും ഈ സ്ക്വാഡിലുണ്ട്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അത് നമുക്ക് ഉപയോഗം ചെയ്യും. എന്ന് വെച്ച് ഈ ഒരു പെർഫോമൻസിന്റെ സിമ്പതി കൊണ്ട് മാത്രം പുള്ളി ആരും പിടിച്ച് മെയിൻ ആക്കരുത്. കാരണം എല്ലാ കൊല്ലവും ഇതുപോലെ 2-3 പെർഫോമൻസുകൾ സന്ദീപിന്റെ കയ്യിൽ നിന്ന് വരാറുണ്ട്. പക്ഷെ കുറച്ചുകൂടെ കൺസിസ്റ്റന്റ് ആയാൽ മാത്രമേ അത് നമ്മളെ ഒരു ടൈറ്റിൽ വിന്നിംഗ് ടീമാക്കി മാറ്റുള്ളൂ. എന്തായാലും ഈ ഒരു പെർഫോമൻസിൽ ഞാൻ തൃപ്തനാണ്. അടുത്ത മത്സരത്തിൽ ഐബാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ സന്ദീപ് റൈറ്റ് ബാക്കിൽ സ്റ്റാർട്ട് ചെയ്യണം. എന്റെ ഒരേ ഒരു പ്രാർത്ഥന, നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടിട്ടുള്ള പോലെ തന്നെ ഒരു നല്ല പെർഫോമൻസിന് ശേഷം അദ്ദേഹത്തിന്റെ ഫോം തലകീഴായി മറിഞ്ഞ് താഴേക്ക് പോവാതിരിക്കട്ടെ. അപ്പോൾ ഇതായിരുന്നു ഈ മത്സരങ്ങളിൽ നിന്ന് ഞാൻ നോട്ടീസ് ചെയ്ത 5 മെയിൻ കാര്യങ്ങൾ. പിന്നെ ഒരുപാട് പേരെന്നോട് ദൂഷാൻ ലഗത്തോറിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചിരുന്നു. പുള്ളിയുടെ ഡെബ്യൂ എന്തായാലും ഇപ്പൊ കഴിഞ്ഞല്ലോ. ഇനി അങ്ങോട്ടുള്ള മത്സരങ്ങളിൽ അദ്ദേഹം കൂടുതൽ മിനിറ്റ്സ് കളിക്കും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. അതിനൊക്കെ ശേഷം നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പുള്ളിയുടെ പെർഫോമൻസുകളെ വിലയിരുത്താം. ഇപ്പൊ ലഗത്തോറിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇൻഫർമേഷൻ തന്നെയാണ് എനിക്കും അറിയുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ വാല്യൂ തരാനാവാത്തിടത്തോളം കാലം ഞാൻ വെറുതെ ഒരു വീഡിയോ ചെയ്യുന്നതിൽ വലിയൊരു പ്രസക്തി ഇല്ലെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഈ മത്സരത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി മിക്കവാറും ഈസ്റ്റ് ബംഗാളായിട്ടുള്ള മത്സരത്തിന് ശേഷമായിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരാൻ പോകുന്നത്. അതുവരേക്കും യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ.